ഞാൻ നമ്മുടെ കരിഷ്മയുടെ ചെയിൻ സ്പ്രോക്കറ്റാണ് ഈ ഒരു വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് വീഡിയോയിൽ ഫ്ലിക്കർ ചെയ്യുന്നതല്ല, ആക്ച്വലി ഈ ഒരു DRL ഫ്ലിക്കറിങ് എഫക്റ്റോടെ വരുന്ന ഒരു DRL ആണ്. നമ്മുടെ V3യുടെ ഹാൻഡിൽ ബാർ ആണ് അവർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. റേഡിയേറ്റർ ഫാൻ സെപ്പറേറ്റ് ഒരു സ്വിച്ചിൽ അവർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. RCയുടെ മഡ്ഗാർഡ് ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. V4ൻ്റെ ബാക്കാണ് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. എൻ്റെ മോനെ ബാക്കിൽ നിന്ന് മറ്റേ DB കില്ലർ ഊരി വയ്ക്കുന്നൊരു ടപ്പേന്നാ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം. നല്ല ഒരു എന്ത് ഗൈസ് ഒരു ഫീലുണ്ട് ആ വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് പുള്ളി വീട്ടിൽ തന്നെ ഈ ഒരു ലെവലിൽ ഡിസൈൻ ചെയ്തെടുത്തൊരു വണ്ടിയാണ്. വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോഹിത് ഡൊണാൾഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഗൈസ്. സോ ഗൈസ്, ഇന്ന് എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന നല്ല കിഡിലെ രീതിക്ക് പണിയെടുത്തിട്ടുള്ളൊരു 220 ആണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഇടാൻ ഒട്ടും മറക്കരുത്. നമുക്ക് ലാഗ് അടുപ്പിക്കാതെ വീഡിയോയിലോട്ടും കയറാം. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു DRL സെക്ഷൻ നിങ്ങൾ നോക്കി, കിഡിലൻ രീതിക്കാണ് ആ ഒരു DRL സെക്ഷൻ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ഇല്ല. ഹെഡ്ലൈറ്റിന് പകരം അവർ നമുക്ക് ഫോഗ് ലാംപ്സ് ആണ് താഴെ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ബ്രൈറ്റും ഡിമ്മും എന്നുള്ള ഓപ്ഷനിലാണ് ഈ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ബബിൾ വൈസറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് അവർ ചെയ്തേക്കുന്നത്. നല്ല രീതി ഡാർക്ക് ടിൻ്റാണ് ഓൾമോസ്റ്റ് അതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രാഫിക്സ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓവറോൾ ഈ കംപ്ലീറ്റ് ഗ്രാഫിക്സ് സെക്ഷൻ ഡിസൈൻ ചെയ്തത് നമ്മുടെ ഡ്യൂക്ക്മാൻ ആണ്. നോക്കി നിങ്ങൾ ആ ഒരു ഗ്രാഫിക് സെക്ഷൻ കണ്ട കിടിലൻ രീതിക്ക് തന്നെ ഈ ഒരു വണ്ടിക്ക് മാച്ച് ആവുന്ന ഗ്രാഫിക് ഡിസൈനാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു DRL ഭയങ്കര രീതി എടുത്ത് നിൽക്കുന്നുണ്ട്. രാത്രി ആയിരിക്കും ശരിക്കും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ടോ. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി, അതിനകത്ത് ഞാൻ എത്ര ബ്രൈറ്റ്നസ് കുറച്ചാലും നിങ്ങൾക്ക് ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു സമയത്തേക്ക്. മഡ്ഗാർഡ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് RCയുടെ മഡ്ഗാർഡാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്രാഫിക് സെക്ഷൻ കണ്ട കംപ്ലീറ്റ്ലി വണ്ടിക്ക് നല്ലൊരു ലുക്ക് തന്നെ ഒരു ഗ്രാഫിക് സെക്ഷൻ ഗ്രാഫിക് സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മോക്സിയുടെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് RCBയുടെ ഹാൻഡിൽ ബാർ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഈ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മുടെ V3യുടെ ഹാൻഡിൽ ബാർ ആണ് അവർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പം ആ റൈഡിങ് കംഫർട്ട് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഓട്ടിച്ച് പോകുന്ന സമയം മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ ഈ ഒരു സെക്ഷനിലൊക്കെ ഓക്കെ നിങ്ങൾക്ക് രണ്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് ഒരു സ്വിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കണ്ട റേഡിയേറ്റർ ഫാൻ സെപ്പറേറ്റ് ഒരു സ്വിച്ചിൽ അവർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കിടിലൊരു ഡിസൈൻ തന്നെ ആയിരുന്നു. പിന്നെ അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ആണ്. കണ്ട ആ ഒരു ഫോഗ് ലാമ്പ് ഉണ്ട്, ഒരെണ്ണം ഡിമ്മും ഒരെണ്ണം ബ്രൈറ്റും എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ നമ്മൾ ബ്രൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ കണ്ട അടുത്ത ഫോഗ് ലാമ്പ് ഓണോ. അതുപോലെ നമുക്ക് ഡിം ആൻഡ് ബ്രൈറ്റ് എന്നുള്ള രീതിക്ക് ഹെഡ്ലൈറ്റിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഹെഡ്ലൈറ്റ് ഇതിനകത്തില്ല കേസ്, ഈ ഒരു DRL മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ വെട്ടത്തിന് വേണ്ടിയാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. പിന്നെ ഈ വെട്ടം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഗ്ലിറ്റർ എഫക്റ്റൊക്കെ ഈ ഒരു മഡ്ഗാർഡിൽ കാണാൻ പറ്റും. ഓവറോൾ ഫ്രണ്ട് സെക്ഷൻ നോക്കുവാണെങ്കിൽ നല്ല കിടില രീതിക്ക് തന്നെ അവർ പണി ഇറക്കിയിട്ടുണ്ട്. വണ്ടി ഞാൻ ഓഫ് ചെയ്യണം. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് RCയുടെ അണ്ടർ ബില്ലിങ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് RCB എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 220 ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് ഊരി പണിഞ്ഞ് ഇങ്ങനെ സെറ്റാക്കി ഫുൾ ഊരിയാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പം പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിടിലൻ തന്നെയാണ് ഇങ്ങനെ നോക്കിയിട്ട്. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നേക്കുന്നത്. ഗ്രാഫിക്സ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൽവർ ബ്ലാക്ക് റെഡ് എന്ന രീതിക്കാണ് ഗ്രാഫിക്സ് സെക്ഷൻ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ റിയർ ഇത് കണ്ട ഡിസ്ക് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ക്യാനൊക്കെ പുറത്തേക്ക് കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ V4ൻ്റെ സെയിം ബാക്കാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഞാൻ വെട്ടം കറക്റ്റായി കാണിച്ചിട്ട് കണ്ട ആ ഒരു V4ൻ്റെ ബാക്കാണ് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അത് ഒരു സംഭവം ഒരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി സാധനമായിരുന്നു ഗൈസ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കറാണ് ഒട്ടിച്ചേക്കുന്നത്. എന്തായാലും കിടില രീതിക്ക് തന്നെ ആ ലുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ആകുമ്പോൾ നമ്മുടെ ഷോക്കിൻ്റെ ഹൈറ്റും അവർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വണ്ടി ഒരു ബാക്ക് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കണ്ട ഇങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോട്ടൈപ്പറിൻ്റെ ഗിയറിലെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിഷ്മയുടെ ചെയിൻ സ്പ്രോക്കറ്റാണ് ഈ ഒരു വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ബാക്ക് ടയർ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ചെറിയ ഒരു റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല കിടില വണ്ടി കേസ്, കിടില രീതിക്ക് പണി ഇറക്കിയിട്ടുള്ളൊരു 220 എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. പിന്നെ ഈ ഒരു എക്സോസ് സിസ്റ്റം സ്റ്റോക്ക് എക്സോസ് സിസ്റ്റം ആണ്, പക്ഷേ ഇതിൻ്റെ DB കില്ലർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. ജസ്റ്റ് എക്സോസിനോടൊന്ന് ഞാൻ കേൾപ്പിച്ച് തരാം.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഞാൻ പിന്നെ അധികമായിട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ഇൻഡിക്കേറ്റർ സെക്ഷൻ നോക്കിയേ, കിടിലും കേസ് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ കിടില. പിന്നെ ഫോഗ് ലാമ്പ് സത്യം പറഞ്ഞാൽ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓൺ ആക്കിയാൽ മാത്രമേ ഫോഗ് ലാമ്പ് ഓൺ ആകത്തുള്ളൂ. ആ ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തേക്കുന്നത് കേസ്. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന ഹസാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റേ എക്സ് ഫ്ലാഷിൻ്റെ ഹസാർഡ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതായത് ഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ചിൽ തന്നെയാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ആ ലുക്ക് കണ്ട കിടില രീതിക്ക് ആ ഒരു ലുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ കറക്റ്റ് ലുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ രാത്രി ഈ വണ്ടി സ്പോട്ട് ചെയ്യണം ഗൈസ്. അപ്പോഴായിരിക്കും ശരിക്കും ആ ഒരു DRLൻ്റെ എഫക്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് വീഡിയോയിൽ ഫ്ലിക്കർ ചെയ്യുന്നതല്ല, ആക്ച്വലി ഈ ഒരു DRL ഫ്ലിക്കറിങ് എഫക്റ്റോടെ വരുന്നൊരു DRL ആണ്. ഓക്കെ ഗൈസ്, ബാക്കിൽ മറ്റേ ബുള്ളറ്റ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇതൊക്കെ രാത്രിയാണ് ഗൈസ് കറക്റ്റ് ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ അല്ല, ഇനി ഈ വണ്ടി ഇതേ കണക്ക് പണിഞ്ഞിറക്കി ഈ ഒരു ലുക്കിലാക്കിയ ആ ബ്രോയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ബ്രോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ വീഡിയോ കളറാക്കി തരുമോ പിള്ളേർ. ബ്രോയുടെ പേരെങ്ങനാ? ബ്രോയുടെ പേര് പ്രവീൺ എന്നാണ്. ബ്രോ ഒറ്റയ്ക്ക് പണിഞ്ഞെടുത്താണ് ഈ വണ്ടി ഇത്രയും ഫുള്ള്. ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്ന. ഇവർ രണ്ടുപേരും കൂടെ കിടില രീതിക്ക് പണിഞ്ഞിറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ്. ബ്രോയ്ക്ക് എൻ്റെ വർക്ക്ഷോപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, പുള്ളി വീട്ടിൽ തന്നെ ഈ ഒരു ലെവലിൽ ഡിസൈൻ ചെയ്തെടുത്തൊരു വണ്ടിയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ റേഡിയേറ്റർ ഫാന് സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫോഗ് ലാമ്പ് ഓൺ ആക്കിയിട്ട് ഡിമ്മും ബ്രൈറ്റും നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ സ്വിച്ചിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യും. കാരണം ഹെഡ്ലൈറ്റ് ഇല്ല ഗൈസ്. പിന്നെ ഈ ഒരു ഹാൻഡിലാക്കിയപ്പോൾ എങ്ങനെയുണ്ട് ബ്രോ? റൈഡിങ് പൊസിഷൻ എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ ഈ സൈഡിലോട്ട് പെട്ടെന്നാ കുറച്ചുകൂടി ഡിപ്പ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റും അല്ലേ? മറ്റേ വെട്ടിച്ചെടുത്തോണ്ടൊക്കെ പോകാൻ എങ്ങനെയുണ്ട്? ബാക്ക് ഹൈറ്റ് കൂട്ടി ഫ്രണ്ട് കുറച്ച് താത്തല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒരു റേസിംഗ് ഒരു സ്പോർട്ട്നെസ് ഫീൽ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ 220 ഒന്ന് ഓടിച്ചു നോക്കാൻ എടുത്ത് ആക്ച്വലി ഈ ഒരു പൊസിഷൻ കയറ്റിയപ്പോഴത്തേക്ക് നമുക്ക് കിടില രീതിക്കൊരു നമുക്കൊരു V3 ഇരിക്കത്തില്ല. അതേ ഒരു ഫീലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് കിട്ടുന്നത്. എന്താ പറയുക, ഒരു ഫ്ലിക്ക് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നല്ലൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ബാക്കിൽ നിന്ന് മറ്റേ DB കില്ലർ ഊരി വയ്ക്കുന്ന ഒരു ടപ്പയെന്നാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം. നല്ല ഒരു എന്ത് കേസ് ഒരു ഫീലുണ്ട് ആ വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇവിടെ ഇട്ട് വളച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പണിയാവും. നല്ല കിടില രീതിക്ക് ഒരു കംഫർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ വണ്ടി ഓടിക്കാൻ. ആ ഒരു എന്താ പറയുക, നമ്മുടെ 220 ഞാൻ ഡ്യൂക്കിൻ്റെ ഹാൻഡിലേറ്റി ഓടിച്ചിട്ടുണ്ട്, സ്റ്റോക്ക് ഹാൻഡിൽ ഓടിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി നമ്മൾ കറക്റ്റ് ഒരു 220 ആണ് എന്നൊരു ഫീലില്ല കേട്ടോ. ഇത് വേറെ നമ്മളിൽ V3 ഇരിക്കുന്ന പോലൊരു ഫീൽ. എന്താ പറയുന്ന കിടിലം ഒരു വേണ്ട ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി 220 കോൺഫിഡൻസ് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനല്ല, എന്നാലും എക്സ്ട്രാ നമുക്കൊരു എന്താ പറയുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓട്ടിക്കാൻ. പിന്നെ നമ്മുടെ മച്ചൻ കിടില രീതിക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി പണിഞ്ഞ് ഇറക്കിയേക്കുന്നത്. അത് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഈ ഒരു V3 ഹാൻഡിലൊക്കെ കയറ്റി വണ്ടിക്കകത്ത് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. പൊളി വണ്ടി കഴിച്ച് പൊളി വണ്ടി, എനിക്കൊന്നും പറയല്ല. കിടില രീതിക്ക് തന്നെ നമുക്കൊരു വേറൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 220 പുറമേ വേറൊരു ഫീലൊക്കെയാണ് എനിക്കത് കിട്ടുന്നത്. പിന്നെ ഈ അണ്ടർ ബെല്ലി ഉള്ളതിൻ്റെ പേര് ചെറുതായിട്ടൊക്കെ നമ്മൾ നോക്കിയെടുക്കണം ചില സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അത് കുറച്ചിട്ട് പണിയാവും. കുറച്ചൊന്ന് കൈ എടുക്കുമ്പോൾ ഒരു ടപ്പട്ട് സൗണ്ട് വരും കേട്ടോ. കുറച്ചൊന്ന് കൈ എടുക്കുമ്പോഴത്തേക്ക് തന്നെ കേട്ടാ. എനിക്ക് അവിടെ പോയി കാണിക്കാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ അടുത്ത് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേര്. പൊളി വണ്ടി. സോ ഇതുവരെയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരോ ബൈ. ഇത് നമ്മുടെ മച്ചാൻ്റെ വണ്ടിയാണോ? ഓക്കെ, ഇത്